വെക്ടർ സ്പേസസ് നമ്മൾ വെക്ടർ സ്പേസസും അതിൻ്റെ എക്സാമ്പിൾസും വിശദമായിട്ട് കണ്ടു. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് വെക്ടർ സ്പേസസിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ വെക്ടർ സ്പേസിനെ സംബന്ധിക്കുന്ന അറിവുകളായിട്ട് നമ്മളെപ്പോഴും മനസ്സിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളും കൂടാണ്. അല്ലാതെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ലാതെ, ഇപ്പോൾ ഇത് പ്രോപ്പർട്ടിയാണ്, നമ്മൾ ആ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രോപ്പർട്ടികളും കൂടിയാണ്. The definition of a vector space requires that it have an additive identity. The proposition below states that this identity is unique. നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ അതിനകത്തിൽ ഒരു അഡിറ്റീവ് ഐഡൻറ്റിറ്റി വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊപ്പോസിഷൻ പറയുന്ന എ വെക്ടർ സ്പേസ് ഹാസ് എ യുണീക്ക് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് 0 ആൻഡ് 0' ആർ ബോത്ത് അഡിറ്റീവ് ഐഡൻറ്റിറ്റീസ് ഫോർ സം വെക്ടർ സ്പേസ് വി. ഇപ്പോൾ രണ്ട് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, 0യും 0'ഉം. ഒരു വെക്ടർ സ്പേസ് വിയുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റികളാണ് 0യും 0'ഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0' നമുക്ക് എങ്ങനെ എഴുതാം? 0' കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 0' കിട്ടും. ഇനി റൈറ്റ് സൈഡിലുള്ള 0 എങ്ങനെ കിട്ടിയത്? 0' അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ 0' പ്ലസ് 0 എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇങ്ങേ അറ്റത്ത് 0', അങ്ങേ അറ്റത്ത് 0 ആയില്ലേ? Where the first equality holds because 0 is an additive identity and the second equality holds because 0' is an additive identity. Okay, the 0' is equal to 0 എന്ന് കിട്ടി, proving that V has only one additive identity. Each element V in a vector space has an additive inverse, an element W in the vector space such that V plus W is equal to 0. The next proposition shows that each element in a vector space ഹാസ് ഓൺലി വൺ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വി എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു 0 ആകുന്ന രീതിയിൽ ഒരു വെക്ടർ ഡബ്ല്യു ഉണ്ടെങ്കിൽ ആ വെക്ടർ ഡബ്ല്യുവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത പ്രൊപ്പോസിഷനകത്ത് പറയുന്നത് ഓരോ വെക്ടർ സ്പേസിലെ ഓരോ എലമെൻറ്റിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് യുണീക്ക് ആണെന്നാണ് അടുത്ത് പറയുന്നത്. Proposition: every element in a vector space has a unique additive inverse. Okay, suppose V is a vector space. അപ്പോൾ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസ്, അതിനകത്ത് നിന്ന് വി എന്ന് പറയുന്ന സ്മോൾ വി എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. സപ്പോസ് ദാറ്റ് W and W' ആർ അഡിറ്റീവ് ഇൻവേഴ്സസ് ഓഫ് വി. ദെൻ രണ്ട് അഡിറ്റീവ് ഇൻവേഴ്സസ് എടുത്തു. ഇനി ഇത് രണ്ട് സെയിം ആണെന്ന് കാണിച്ചാൽ മതി. W is equal to നമുക്ക് W plus 0 എന്ന് എഴുതാം, ഈക്വൽ ടു W plus W' എന്ന് പറയുന്നത് വിയുടെ ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ആയതുകൊണ്ട് തന്നെ വി പ്ലസ് W' എന്ന് എഴുതാം, ഈക്വൽ ടു നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ W പ്ലസ് വി പ്ലസ് W' എന്ന് കിട്ടും, ഈക്വൽ ടു W പ്ലസ് വി എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. 0 പ്ലസ് W' ഈക്വൽ ടു W' എന്ന് കിട്ടും. ദസ് W ഈക്വൽ ടു W' ആസ് ഡിസൈഡ്. Because additive inverses are unique, we can let -v denote the additive inverse of a vector v. അഡിറ്റീവ് ഇൻവേഴ്സസ് യുണീക്ക് ആയതുകൊണ്ട് നമുക്ക് വി എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് യുണീക്കാണ്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ -v കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ദ റിസൾട്ട്സ് ഇൻ ദിസ് ബുക്ക് വിൽ ഇൻവോൾവ് സം വെക്ടർ സ്പേസ് ടു അവോയ്ഡ് ബീയിങ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഹാവിങ് to restate frequently something such as assume that V is a vector space. We now make the necessary declaration once and for all. Let's agree that for the rest of the book V will denote a vector space over F. അപ്പോൾ V എന്ന് പറയുന്നത് ഇനി ബുക്കിൽ മുഴുവനും നമ്മൾ V is a vector space over F എന്ന് മനസ്സിലാക്കിക്കോണം. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തോണം. പിന്നെന്താ? Proposition 0 into V is equal to 0 for every V belongs to P. അപ്പോൾ ഫോർ V belongs to V നമ്മൾ എടുക്കുന്നു. We have 0 into V equal to 0 plus 0 into V എന്ന് എഴുതാമല്ലോ. അതിനെ 0 into V plus 0 into V എന്ന് എഴുതാം. ഇനി നമുക്ക് 0 into V ആഡിങ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 0 into V ടു ബോത്ത് സൈഡ്സ്. ഈ രണ്ട് സൈഡിലും 0 into Vയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്താവും? 0 into V മൈനസ് 0 into V 0 കിട്ടും. അങ്ങേ അറ്റത്ത് റൈറ്റ് സൈഡിൽ എന്താവും? ഒരു 0 into V ക്യാൻസലായി പോകും അല്ലേ, ബാക്കി 0 into V കിട്ടും. അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. അടുത്ത പ്രൊപ്പോസിഷൻ A into 0 is equal to 0 for every A belongs to F. അപ്പോൾ A belongs to F എടുത്തു കഴിഞ്ഞാൽ we have A into 0 is equal to A into 0 plus 0 എന്ന് എഴുതാം, ഈക്വൽ ടു അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഓപ്പൺ ചെയ്യുമ്പോൾ എ ഇൻറ്റു 0 പ്ലസ് 0 എന്ന് കിട്ടും. ഈക്വൽ ടു എ ഇൻറ്റു 0 പ്ലസ് എ ഇൻറ്റു 0. ആഡിങ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു 0 ടു ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ എബോവ് ഗീവ്സ്. പിന്നെ എ ഇൻറ്റു 0യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് ഇങ്ങേ അറ്റത്ത് ലെഫ്റ്റ് സൈഡിൽ 0 കിട്ടും, റൈറ്റ് സൈഡിൽ എ ഇൻറ്റു 0 കിട്ടും. ഓക്കെ, അതായത് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. Now show that if an element v is multiplied by the scalar -1, then the result is the additive inverse of the element of v. അപ്പോൾ -1 into v is equal to -v for every v belongs to v. For v belongs to v, we have v plus -1 into v is equal to 1 into v plus -1 into v equal to 1 plus -1 into v. എങ്ങനെ എഴുതാമല്ലോ? ഈക്വൽ ടു നമുക്ക് 1 plus -1 എന്ത് കിട്ടും? 0 കിട്ടും. 0 into v is equal to 0. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടി? -1 into v ആഡ് ചെയ്തപ്പോൾ നമുക്ക് വിയുടെ കൂടെ -1 into v ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? -1 into v ആണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ -v ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യുണീക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ഓരോ എലമെൻറ്റിനും ഉള്ളത്. അപ്പോൾ -v is equal to എന്താണ്? -1 into v എന്ന് കിട്ടും. ഓക്കെ.